10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കാശ്മീരിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് കാശ്മീരിൽ നടന്നിരിക്കുന്നത്. ആ റെക്കോർഡ് പോളിംഗിൽ വലിയ ആത്മവിശ്വാസവും വലിയ പ്രതീക്ഷയുമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്, പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്. കാരണം 10 വർഷമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്ത ജമ്മു കാശ്മീർ ഭരിക്കുന്നത് ഗവർണറാണ്. സ്വാഭാവികമായും ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടുന്നത് സർക്കാർ വിരുദ്ധ വികാരമുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ന ഒരു തിയറിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം ഇന്ത്യ സഖ്യം പ്രകടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറുടെ കീഴിലുള്ള ഭരണത്തിൽ കശ്മീരിലെ ജനങ്ങൾ തൃപ്തരല്ല എന്നതിൻ്റെ തെളിവാണ് ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ഈ വലിയ പോളിംഗ് എന്ന് ഇന്ത്യ സഖ്യം അവകാശപ്പെടുമ്പോൾ, ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ കാശ്മീരിൽ സമാധാനം പുലർത്തുവാനും കൃത്യമായ ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകുവാനും വേണ്ടി കേന്ദ്രം നയിക്കുന്ന BJPയെ കാശ്മീരിൽ സംസ്ഥാന അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ താല്പര്യമാണ് ഈ വലിയ പോളിംഗ് എന്ന് BJPയുടെ പാളയങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലുള്ള ഈ വൻ പോളിംഗ് ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനും പ്രധാനമായും കോൺഗ്രസിനും നൽകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി കോൺഗ്രസിനെതിരായുള്ള ചില ചരട് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ചില വാർത്തകൾ കാര്യമായ രീതിയിൽ കാശ്മീരിൽ നിന്ന് ഇപ്പോൾ പരക്കുന്നുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെയും പോളിംഗ് വർധനവിലുള്ള സന്തോഷത്തെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യ മുന്നണിയിലെ, അതായത് കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിലൊന്ന് നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ടുകളാണ്. നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ടുകൾ കാശ്മീരിൽ ആര് ഭരിക്കണം എന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ നാഷണൽ കോൺഫറൻസുമായുള്ള സഖ്യം ചേരലിൽ വലിയ തർക്കങ്ങളൊക്കെ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അധികാരം പിടിച്ചെടുക്കുകയാണ് എങ്കിൽ കശ്മീരിൽ കൃത്യമായ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടി സഹായം ഉണ്ടായേ തീരൂ എന്ന നാഷണൽ കോൺഫറൻസിൻ്റെ കണക്കൂട്ടലിൻ്റെ ഭാഗമായാണ് അവസാന നിമിഷം ഇന്ത്യ സഖ്യവുമായി നാഷണൽ കോൺഫറൻസ് കൈകൊടുത്തത്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന തരത്തിലേക്ക് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ടർമാരെന്ന ഒരു വലിയ പരാമർശമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കശ്മീരിൽ മത്സരിച്ച AICC ജനറൽ സെക്രട്ടറിയായ ഗുലാം അഹമ്മദ് മീർ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ വിവിധ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ടർമാരാരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകിയിട്ടില്ല എന്ന വലിയൊരു വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് NCP ഇപ്രകാരം വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ NCPയുടെ അകൽച്ച ഇന്ത്യ സഖ്യത്തെ പിളർത്തുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വീക്ഷണവും ഇതിൽ നിന്ന് ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ NCPക്ക് അത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ട് വലിയ നിർണായകം തന്നെയാണ്. സഖ്യരൂപീകരണത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയിൽ ആദ്യം നാഷണൽ കോൺഫറൻസ് വേണമോ PDPയുമായുള്ള സഖ്യമാണോ വേണ്ടത് എന്ന ചർച്ച കാര്യമായി നടക്കുന്ന സാഹചര്യത്തിൽ PDPയും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള തർക്കം രൂക്ഷമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃനിര PDPയെ ഒഴിവാക്കിക്കൊണ്ട് നാഷണൽ കോൺഫറൻസിന് കൈകൊടുക്കുകയായിരുന്നു. അത്തരത്തിൽ PDPയെ മാറ്റി നിർത്തിയിട്ടാണ് നാഷണൽ കോൺഫറൻസിനെ ഒപ്പം നിർത്തിയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസ് ഇത്തരത്തിൽ ഒരു നിലപാട് കോൺഗ്രസിനെതിരായി നടത്തുന്നത് എന്ന ചോദ്യവും അവിടെ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെപ്റ്റംബർ 25-ാം തീയതി രണ്ടാം ഘട്ട പോളിംഗ് നടക്കുവാൻ പോവുകയാണ്. അത് വളരെ നിർണായകമായ ഒരു പോളിംഗ് ആണ്. കാരണം നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് സ്വാധീനമേറെയുള്ള ഇടങ്ങളിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ട് വളരെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട്
നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃനിരയിലുള്ളവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 25 നടക്കുവാൻ പോകുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിനെ അനുനയിപ്പിച്ചുകൊണ്ട് കാര്യമായ രീതിയിലുള്ള വോട്ട് സജ്ജമാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരിക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗുലാം അഹമ്മദ് മീറിന് ഇപ്പോഴുള്ളത്. ഗുലാം അഹമ്മദ് മീർ വ്യക്തിപരമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെടുന്നത്. നാഷണൽ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റായ ഒമർ അബ്ദുള്ളയും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ച നാഷണൽ കോൺഫറൻസ് പിന്നീട് അധികാരത്തിലേക്ക് എത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ സഖ്യത്തിന് കൈകൊടുത്തത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ പിളർച്ച അല്ലെങ്കിൽ ഈ അഭിപ്രായ ഭിന്നത അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിലെ ബാധിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ്. ഗുലാം അഹമ്മദ് മീർ ഈ വിഷയം AICC ജനറൽ സെക്രട്ടറിയായ ഗുലാം അഹമ്മദ് മീർ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാക്കന്മാരെ ഈ വിഷയം അറിയിച്ചതോടുകൂടി എത്തരത്തിലാണ് ഈ വിഷയം അവസാനിക്കുവാൻ പോകുന്നത് എന്നതിന് പ്രാധാന്യം ഏറെയാണ്. നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃനിര ഈ വിഷയം മനസ്സിലാക്കി കൃത്യമായ ഇടപെടൽ നടത്തി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ കൃത്യമായ രീതിയിൽ അണികളോടും പ്രവർത്തകരോടും നേതാക്കന്മാരോടും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ അത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും. അതല്ല, അതൊരു വലിയ കല്ലുകടിയായി മാറുകയാണ് എങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലെ ഒരു വലിയ പിളർപ്പിലേക്കും അത് വഴിത്തിരിയുവാനുള്ള സാധ്യതയും ഏറെയാണ്.